അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിന്റെ 5ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വെറും പാഠങ്ങളുടെ തദ്രീബാത്രം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തനത്തിന് പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ ഖാമിസ് 5ാമത്തെ പാഠം. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ചോ. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചോ, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോകില്ലേ? അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനു ചെയ്തു എന്നോ നിനക്ക് അങ്ങനെ ചെയ്തു കൂടായിരുന്നോ എന്നോ ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. പട്ടിനേക്കാൾ മൃദുലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ. അവിടുത്തെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറും ഞാൻ വാസനിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു തുടർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ വിയർപ്പ് ശേഖരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ കൂട്ടി അത് ഉപയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല. എപ്പോഴും പുഞ്ചിരി തൂകും. പൊട്ടിച്ചിരിക്കാറില്ല. തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീർ പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പ് തറച്ച് പരിഞ്ഞു തൂങ്ങിയ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്തി തടവിയപ്പോൾ പൂർവ്വസ്ഥിതിയിലാക്കി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ശിഫാ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ലസ്തുക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? ഇത് ആരോട് എപ്പോൾ ചോദിച്ചോ ആ സന്ദർഭം വ്യക്തമാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിറകിൽ നിന്നൊരാൾ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു.
അദ്ദേഹം തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച വാക്കുകളാണിത്. രണ്ടാമത്തത്, പേടിക്കാനൊന്നുമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഒരു ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. അവരോട് പറഞ്ഞ വാക്കുകളാണിത്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബ് മുദക്കിറ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീർ പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പ് തറച്ച് പരിഞ്ഞു തൂങ്ങിയ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്തി തടവിയപ്പോൾ പൂർവ്വസ്ഥിതിയിലാക്കി. അവിടുത്തെ തിരുക്കേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ശിഫാ ലഭിച്ചു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കാറില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും ധീരരുമായിരുന്നു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം. ഇപ്പുറത്ത് നോക്കൂ, പട്ടിനേക്കാൾ മിനുസം, മുത്തുമണി, ചുവപ്പ് കലർന്ന വെളുപ്പ്, ഒത്ത ഉയരം, ശമനൌഷധം. ഓരോന്നിനും യോജിച്ചത് അതിന് നേരെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അതിന് ശരിയായത് മുത്തുമണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ, അതിന് ശരിയായത് പട്ടിനേക്കാൾ മിനുസം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ, അതിന് ശരിയായത് ശമനൌഷധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം, ചുവപ്പ് കലർന്ന വെളുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം, ഒത്ത ഉയരം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വത്തിനുടമയാണ്. തിരുനബിയുടെ മഹത്വങ്ങൾ എണ്ണിപ്പറയാൻ കഴിയുന്നതല്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല ആർക്കൊക്കെ എന്തൊക്കെ മഹത്വങ്ങളും പ്രത്യേകതകളും നൽകിയോ അതിൻ്റെയെല്ലാം മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അല്ലാഹു തആല ആദ്യം പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. ലോകത്തിന്റെ നായകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സർവ സൃഷ്ടികൾക്കും മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിച്ചതിലൂടെ അവിടുത്തെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാനാകും. ഇസ്രാ മിറാജിന്റെ രാവിൽ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു തആല മുഴുവൻ പ്രവാചകരെയും ഹാജരാക്കുകയും അവർക്ക് ഇമാമാകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിപ്പിക്കുകയും ചെയ്തതിലൂടെ ഇമാമുൽ അംബിയ എന്ന സ്ഥാനം അവിടുത്തേക്കുണ്ടെന്ന് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ സൽസ്വഭാവവും കാരുണ്യവും വിട്ടുവീഴ്ചയും പ്രശംസനാതീതമാണ്. സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ഏറ്റവും ഉന്നത സ്ഥാനത്തിനുടമയാണ് അവിടുന്ന്. അവിടുത്തെ മഹത്വം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിനയത്തിലും താഴ്മയിലും ഉത്തമ ഉദാഹരണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ എടുത്തു കാണിച്ചത്. പ്രവാചകന്മാരും സാധാരണക്കാരും അടങ്ങുന്ന മനുഷ്യകുലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്ഥാനവും മഹത്വവും വളരെ വലുതാണെന്ന് അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റി ജീവിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.